ശ്രീ ജയസൂര്യൻ, എന്തുകൊണ്ടാണ് അതിവേഗ റെയിൽ, എയിംസ് ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് അത്തരം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയും പരിലാളനവും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടിട്ടുള്ളതുമാണ്. കേരളത്തിൽ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എന്നതാണ് അങ്ങേക്ക് തോന്നുന്നത്? കേരളത്തിൽ വന്ദേ ഭാരതം ഇതുപോലെയാണല്ലോ വന്നത്. ഏതെങ്കിലും ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ കൂടി കൊണ്ടുവരികയല്ലല്ലോ ചെയ്തത്. ഇക്കഴിഞ്ഞ ദിവസവും വന്ദേ ഭാരത് വന്നു. ബജറ്റ് വരെ കാത്തിരുന്ന് ബജറ്റിൽ കൂടി വന്ദേ ഭാരത് വരുത്താമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അതായത് ഈ ബജറ്റിൽ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപനം വന്നല്ലോ. ആ പട്ടികയിൽ കേരളമേ ഇല്ല. അങ്ങേക്കും അക്കാര്യത്തിൽ ഒരു അമ്പരപ്പുണ്ടോ? അത് തന്നെയാണ്. ഒരമ്പരപ്പും ഇല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം പിന്തുടരുന്നതല്ല. ഇത് BJP ഗവൺമെൻറ്റാണ്. BJP ഗവൺമെൻറ്റിന് എല്ലാ കാര്യവും ബജറ്റിൽ കൂടി തന്നെ നടത്തണം, ബജറ്റിൽ കൂടി മാത്രം വികസനം നടത്തുന്ന ഗവൺമെൻറ് അല്ല, എല്ലായ്പ്പോഴും വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് മറുപടി പറഞ്ഞോളൂ. അപ്പോഴും ഒരു വലിയ സംശയമുള്ളൂ. ഇപ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, മറ്റു പല സംസ്ഥാനത്തും ഇപ്പോൾ ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേക പാക്കേജ് കണ്ടിട്ടുണ്ട്. കേരളത്തിനെ അത്രത്തോളം രാഷ്ട്രീയമായി പ്രാധാന്യം ഉള്ള സ്ഥലമായി കാണുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു, അമിത്ഷാ വരുന്നു. പക്ഷേ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു പ്രതീക്ഷയില്ലായ്മയുടെ സ്ഫുരണം കൂടിയുണ്ടോ? ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപനമില്ലാതെ പോകുന്നത് കാണുമ്പോൾ ഒരിക്കലുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ബജറ്റിനെ ഉപയോഗപ്പെടുത്തുക അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ BJP വരുന്നതിന് മുൻപ് മൻമോഹൻ സിംഗിൻ്റെ 10 വർഷക്കാലം 70,000 കോടി രൂപ തന്നിടത്ത് ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിട്ടിയല്ലോ. അപ്പോൾ അതൊന്നും കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ വോട്ട് ചെയ്ത് കളയാം എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ വോട്ട് ചെയ്യിപ്പിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അതല്ല BJP ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുപ്പും ഈ പറഞ്ഞ ബജറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ശൈലിയും BJP ഉദ്ദേശിക്കുന്നില്ല. വികസനത്തിൻ്റെതായ സമയത്ത് കൃത്യമായി നടന്നു തന്നെ പോകണം. അത് ബജറ്റ് വരുന്നവരെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധിപ്പിക്കാനോ ഉള്ള ഒരു കാര്യമല്ല വികസനം. ഇതാണ് BJPയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ബജറ്റിൽ കുറേ കാര്യങ്ങളുണ്ടാകും, ബജറ്റിന് പുറത്തും കുറേ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ബജറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോളിസി അല്ല BJPക്കുള്ളത്. BJPയുടെ ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വികസനം നടന്നുകൊണ്ടേയിരിക്കണം. അത് ബജറ്റാണെങ്കിൽ ബജറ്റ് അല്ലെങ്കിൽ എന്ന വേർതിരിവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് BJPയുടെ കാഴ്ചപ്പാട്. ശരി.